ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഞാനിപ്പോൾ നോർമലി ഈ നോർമൽ സാരിയിൽ ഇപ്പോൾ ഉടുക്കുക. അതുകൊണ്ട് ഞാനിപ്പം ഇപ്പോൾ വിഷു ആയതുകൊണ്ട് ഞാൻ സെറ്റ് സാരിയാണ്, സെറ്റ് മുണ്ടാണ് ഇപ്പോൾ ഉടുത്തിരിക്കുന്നത്. അതിന് എങ്ങനെയാണ് ഉടുക്കുക, അല്ലെങ്കിൽ അത് ചിലർക്ക് തിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്, അതും നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഈ നീളമുള്ളതാണ് നമുക്ക് എങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യം നോക്കില്ല, ഏറ്റവും നീളമുള്ള സാധനമാണ് നമ്മുടെ മുന്താണിയെന്നും മറ്റേത് മുണ്ടാണെന്നും മാത്രം ഇതാക്കിയാൽ മതി. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ല നീളം വീതി അങ്ങനെ നോക്കണം. ആ നീളം നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ നീളം ഏതിനാണോ വെച്ച് നോക്കിയ നീളം ഏതാണോ അത് എന്താണ് നമ്മുടെ മുന്താണിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മുണ്ടെടുക്കുക. മുണ്ടെടുത്തിട്ട് ഇതേപോലെ കര വരുന്ന ഭാഗം ആദ്യമേ ഒന്ന് നല്ലോണം ഒന്ന് തേക്കുക. ഓക്കെ, തേച്ച് കഴിഞ്ഞിട്ട് ഈ കര വരുന്ന ഭാഗം നമ്മൾ ആദ്യം ഒരു മടക്കുക. ഈ മടക്ക് ഇപ്പം ഞാൻ ഉടുക്കുന്ന നോർമൽ സാരി എങ്ങനെയാണോ ഉടുക്കുന്നത് ആ ലെവലാണ് ഉടുക്കുന്നത്. സാധാരണ സെറ്റും മുണ്ട് ഉടുക്കേണ്ടത് വന്നാൽ നോർമൽ സാരിയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കണം നമ്മൾ മുണ്ട് ഉടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്നത് നോർമൽ സാരി എങ്ങനെയാണോ ഉടുക്കുന്നത് ആ ലെവലാണ് ഇപ്പോൾ ഉടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എടുത്തിട്ട് കര എടുത്ത് മടക്കിയിട്ട് ഒന്നുകൂടെ അതിൻ്റെ അകത്തേക്ക് കയറ്റി മടക്കിയിട്ട് നമ്മൾ സെൻറ്ററിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നല്ലോണം സെൻറ്ററിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആ സൈഡിലേക്ക് ആ പാവാടയും ആ മുണ്ടുമായിട്ട് ഒരു പിന്ന് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, ഈ അറ്റാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ റൗണ്ട് ചെയ്ത് മുണ്ട് ഉടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ റൗണ്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ ആ സെൻറ്ററിലേക്ക് കുത്തുന്നത്. ഇനി നമ്മൾ കയറ്റി കുത്തിയേക്കുവാണെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ ഫ്ലീറ്റ് അപ്പോൾ തന്നെ വരും. ആ ഫ്ലീറ്റ് വെച്ച് ഒരുമിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ കുത്താൻ, അല്ലെങ്കിൽ ചിലത് ഏങ്കോണിച്ചിരിക്കും. അതിനു വേണ്ടി നമ്മൾ കുറച്ചുകൂടെ രണ്ടെണ്ണം കയറ്റി പിടിച്ചിട്ട് കുത്തുക. നമ്മുടെ ലെവലിലാണല്ലോ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതേപോലെ നല്ലോണം വലിച്ച് മുറുക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മളെല്ലായിടത്തും നല്ലോണം വെക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന ആ സെൻറ്റർ പോർഷനിലുള്ള മുന്താണിയില്ലേ, ഇത് ഒന്നുകൂടെ മടക്കിയിട്ട് ഇതിൻ്റെ 2 ഫ്ലീറ്റേ വരത്തുള്ളൂ. നോർമലായിട്ട് ഒരാൾക്ക് 2 ഫ്ലീറ്റേ വരത്തുള്ളൂ. ഞാൻ ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് ഒരു ഫ്ലീറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നല്ലോണം ഒന്ന് തേച്ച് വെക്കുക. ആ തേച്ച് വെച്ച രീതിയിൽ നമ്മൾ നല്ലോണം വെച്ച് നമ്മൾ സെൻട്രലായിട്ട് അത് ഫിറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മുണ്ടിൻ്റെ ഭാഗം നമുക്ക് ഇതോടെ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് മുന്തിനായിട്ടൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുത്തിയ ഭാഗത്തും വേണമെങ്കിൽ ഒരു സേഫ്റ്റി പിന് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഞാനിവിടെ ഒന്നും കുത്തിയിട്ടില്ല. ഞാൻ ആദ്യമേ ഒന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിന് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് മുന്താണി. ഞാൻ പറഞ്ഞു നീളമുള്ള സാധനം, വീതി കുറയും, നീളമുള്ളത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതെടുത്ത് നല്ലോണം നമ്മൾ എന്ത് ചെയ്യാം, മടക്കുക. നോർമലി ഒരു 6-7 ഫ്ലീറ്റ് വരുമായിരിക്കും. ഫ്ലീറ്റ് എടുത്ത് നല്ലോണം മടക്കി വെച്ച് എന്നിട്ട് പിൻ ചെയ്ത് നമ്മൾ കുത്തുക. ഓക്കെ, ഇത് നോർമൽ സാരി എങ്ങനെയാണോ കുത്തുന്നത്, ജസ്റ്റ് ആപ്പ് സാരി കുത്തുന്ന പോലെ കുത്തുക, അത്രേ ഉള്ളൂ. ഇത് വേറെ പണിയൊന്നുമില്ല. ഇത് മുണ്ട് തിരിച്ചറിയുക എന്നത് മാത്രമേ ഉള്ളൂ ഇത്, അല്ലാതെ വേറൊരു പ്രശ്നമൊന്നുമില്ല. നോർമലി മുണ്ട് എടുക്കുക, സാരി എടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് നല്ലോണം ഒന്ന് വലിച്ചു മുറുക്കുക. അതായത് ഇവിടെ മേളിൽ നമ്മൾ സേഫ്റ്റി പിൻ കുത്തിയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ കുത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ലൂസായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നല്ലോണം ഒന്ന് മേളിൽ ഷോൾഡറിൻ്റെ അവിടെ കുത്തിയിട്ട് വേണം നമ്മൾ ബാക്കികൾ എടുക്കുക. ഇനി ബാക്കി എടുക്കുമ്പോൾ നമ്മൾ ആദ്യമത്തെ കര വരുന്ന ഭാഗം വെളിയിലേക്ക് കാണിച്ചിട്ട് നമുക്ക് അവിടെ തന്നെ സൈഡിൽ കുറേ ഫ്ലീറ്റ് വരും. ഓക്കെ, ആ ഫ്ലീറ്റ് വരുന്നത് നോക്കിയിട്ട് നല്ലോണം ഒന്ന് പിടിച്ചിട്ട് നല്ലോണം ഒന്ന് വലിച്ചു കൊടുക്കും. ഓക്കെ, നല്ലോണം വലിച്ചു കൊടുക്കുമ്പോൾ ആ ഫ്ലീറ്റൊക്കെ അവിടെ വരും. ചിലവർ ഉടുക്കുമ്പോൾ ചിലപ്പോൾ ഫ്ലീറ്റ് വരാൻ സാധ്യതയില്ല, ചിലവർ ഉടുക്കുമ്പോൾ ഫ്ലീറ്റ് നല്ലോണം വന്നിരിക്കുന്നത് കാണാം. ഓക്കെ, നല്ലോണം ഒന്ന് ഫ്ലീറ്റ് എടുക്കുക. എന്നിട്ട് പകുതി ഭാഗം അകത്തേക്ക് ടക്കിൻ ചെയ്യുക. അകത്തേക്ക് ടക്കിൻ ചെയ്തിട്ട് ബാക്കി വരുന്ന പോർഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണുന്നുണ്ട്, ആ ബാക്കി വരുന്ന പോർഷൻ നമ്മളൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. ഓക്കെ, സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്ത്, കാരണം മൊത്തോടെ അകത്ത് ചെല്ലുമ്പോൾ ഒരു വൃത്തിയോട് വരുന്നതുകൊണ്ട് ഇതാണ് നല്ലത്. ഇനി ഞാൻ മറ്റേത് ഊരിയിട്ട് ഒന്നുകൂടെ മുകളിലേക്ക് കുത്തിയേക്കാണ്. നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തിട്ട് എനിക്ക് ഈ ബ്ലൗസ് ഭയങ്കര കട്ടിയായതുകൊണ്ട് സേഫ്റ്റി പിൻ തന്നെ നിൽക്കുന്നില്ല, സോ അതുകൊണ്ടാണ് അത്ര സമയം എടുക്കണത്. അപ്പോൾ അവിടെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാരി പരിപാടി കഴിഞ്ഞു.
സെറ്റ് ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ നമ്മൾ നോർമൽ സാരി ഉടുക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് സെറ്റ് സാരി. പക്ഷേ എനിക്ക് പക്ഷേ സെറ്റ് സാരി അങ്ങനെ സെറ്റ് മുണ്ട് ഉടുക്കുക ഇച്ചിരി പാടായിട്ട് എനിക്ക് തോന്നി ആദ്യമൊക്കെ ഉടുത്ത സമയത്ത്. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഓക്കെ, ബൈ.